ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്കൾപ്ചർ സ്റ്റാച്ചു അതെങ്ങനെ ചെയ്യുന്നതാണെന്ന് നമുക്ക് നോക്കാം. കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ഷെയറും കമൻറ്റും ചെയ്യുക. പിന്നെ നമ്മൾ തുളുനാടല്ലാതെ വേറെ കുറേ വീഡിയോസ് ചെയ്യാനുള്ള പ്ലാനിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേര് കളേഴ്സ് ഫ്രം നേച്ചർ പറഞ്ഞിട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി മുമ്പിലും എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലേ മോഡലിംഗ് ആണ്. ക്ലേ മോഡലിംഗ് എന്ന് വെച്ചാൽ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ക്ലേ ആണ്. ആക്ച്വലി ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുകയാണെങ്കിൽ നല്ല പോട്ടറി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലേ ടൈപ്പാണിത്. ഇത് എയർ ഡ്രൈ ക്ലേ ആണ്. പിന്നെ വേറെ കുറേ ക്ലേസ് ഉണ്ട്. ഇതാണ് പോട്ടറി പിന്നെ ക്ലേ മോഡലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ക്ലേ ആണിത്. നല്ലൊരു ടെക്സ്ചറാണിത്. ശരിക്കും ഇതിനകത്ത് കല്ലും മണ്ണ് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കും. അങ്ങനത്തെ ഒരു ക്ലേ ആണ് നമുക്ക് ഇതിനൊക്കെ വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ടൂൾസാണ്. ഇത് ഒരു നൈഫാണ്. പിന്നെ ഇത് യൂസ് ചെയ്തിരുന്ന നൈഫ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ചൊക്കെ ടൂൾസ് വേണം ഇതിന്. ടൂൾസ് എന്ന് വെച്ചാൽ ആദ്യം ഒരു സിലിണ്ട്രിക്കലായിട്ടുള്ള ഒരു റോളിങ് ഒരു പെൻസിൽ വേണം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൻസിലാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഹോളൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു പിന്ന്. ഇത് നമ്മുടെ ഫോണിൻ്റെയാണ്. പിന്നെ വേണ്ടത് നമുക്ക് സൈഡൊക്കെ ഒന്ന് ഷാർപ്പൻ ചെയ്യാനും പിന്നെ സ്മൂത്തൻ ചെയ്യാനും വേണ്ടിയിട്ട് പിന്നെ ഉള്ള ടൂൾസാണ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട ടൂൾസാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സംഭവമാണ് വേണ്ടത്. ഇതുപോലെ ടൂളാണ് വേണ്ടത്. നമുക്ക് ടൂള് ഇതിൻ്റെ ക്ലേ മോഡലിങ്ങിൻ്റെ ടൂള് തന്നെയായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതാണ് വേറൊരു ടൂള് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൻ്റെ മേലെയാണ് നമുക്ക് പീക്കോക്ക് വരാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് പീക്കോക്കാണ് ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ സ്റ്റാൻഡ് ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചൊക്കെ ലാസ്റ്റുള്ളത് കുറച്ചൊക്കെ ഒരു ഫിനിഷിങ് വർക്കൊക്കെയാണ്. ഈ മരത്തിൻ്റേതായ ഒരു ഡിസൈനൊക്കെ ഇതിൽ വരുത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്. അത് നമുക്ക് ലാസ്റ്റ് പെയിൻറ്റിങ്ങിന് മുമ്പായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാവുന്നതാണ്. ഇപ്പോൾ ഇതൊരു ചെറിയൊരു തടിയുടെ ഒരു പീസാണ്. ലെവലായിട്ടുള്ള ഒരു തടിയുടെ ഒരു പീസിൽ നമ്മൾ ചെറിയൊരു കമ്പ് ഇവിടം വരെ ഉണ്ട്. കമ്പാണിത് കറക്റ്റിൻ്റെ ഉള്ളിലൊരു കമ്പുണ്ട്. ഫുൾ അതിൻ്റെ മേളിൽ നമ്മൾ ക്ലേ വെച്ചിട്ട് നമ്മളത് ഫുള്ള് മൂടി വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് ഇരുന്നോളും. ഈ ക്ലേ ഒരിക്കലും ഇനി താഴേക്ക് പോകത്തില്ല. നല്ല സെറ്റാണ്, നല്ല ഹാർഡായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യണം. ഇവിടെയാണ് പീക്കോക്കിൻ്റെ കാല് രണ്ടും. അതായത് പീക്കോക്ക് ഇവിടെയാണ് നിൽക്കുന്നത്. പീക്കോക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാല് ഇവിടെ രണ്ടുമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പീക്കോക്കിൻ്റെ കാല് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ഒരു ഗ്യാപ്പ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടണം, എങ്കിലത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. നമുക്ക് ചെയ്യാനുള്ളത് പീക്കോക്കാണ്. പീക്കോക്കിൻ്റെ വർക്കാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ആക്കുവാണെങ്കിൽ തന്നെ കറക്റ്റ് ഒരു ഫിനിഷായിട്ട് വന്നോളൂ. നമുക്ക് ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ടൂൾസ് വെച്ചിട്ട് നമുക്കും ചെയ്യാം. ടൂൾസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരേ ഫ്ലോലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇതുപോലെ ഗ്യാപ്പ് വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് തുണി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലാണ് അത്രയും കറക്റ്റായിട്ട് ഇരുന്നുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ കൈയിട്ട് ഓടിക്കുന്ന ആ ഒരു രീതിയിലേക്ക് തന്നെ ഈ ക്ലേ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മളെങ്ങനെ നമ്മുടെ കൈ നല്ലൊരു വഴക്കം വേണം ഫസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഫിനിഷ് ആയിട്ടില്ല, പക്ഷെ നമുക്കിനി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷായിട്ട് കിട്ടും. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് ഇനി കല്ലും മണ്ണും ഒന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഉള്ളത് ഇനി പീക്കോക്കാണ് ഇതിൻ്റെ മേളിൽ വരാനുള്ളത്. നമുക്ക് പീക്കോക്കിൻ്റെ വർക്കിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളൊരു പീക്കോക്കിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ ക്ലേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇതിപ്പോൾ നല്ല അത്യാവശ്യം ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിനി ജസ്റ്റ് അതിൻ്റെ ഫെതേഴ്സും മാത്രമൊക്കെ ഡിസൈൻ ചെയ്ത് പിന്നെ മേളിലുള്ള കണ്ണ്, ഫേസ് ഇതൊക്കെ ഡിസൈൻ ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ കാലാണ്. ഈ കാലിൻ്റെ ഇത് ഞാനൊരു കമ്പിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു GIയുടെ ഒരു കമ്പിയാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ക്ലേ വെച്ച് ഫില്ല് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഈ സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ പീക്കോക്ക് ഇതുപോലെ നിൽക്കുന്ന ബാക്കി ഇനി ടെയിൽസ് ഇങ്ങോട്ട് വരും. ഇതുപോലെ നിൽക്കുന്നതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നത്. ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മയിലിൻ്റെ ബാക്കി പോർഷൻസാണ്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ഇതാണ് നമ്മുടെ പീക്കോക്കിൻ്റെ ലാസ്റ്റായിട്ടുള്ള ഫൈനൽ വ്യൂ. ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം പെയിൻറ്റ് ചെയ്യാനുണ്ട് നമുക്ക്. ഞാൻ ഹോം ഡെക്കറായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗോൾഡ് ഡ്യുലക്സ് ഗോൾഡിൻ്റെ ഞാൻ ഈ ഗോൾഡ് പെയിൻ്റാണ്, ഇതാണ് അതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഇതും പിന്നെ വേറൊരു സംഭവമുണ്ട്, ഒരു സിൽവറിൻ്റെ ഒരു പെയിൻറ്റിങ് കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ട് യൂസ് ചെയ്തിട്ടായിരിക്കും ഞാനിതിനെ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇന്നൊരു വശമുണ്ട്, പിന്നെ നെക്സ്റ്റ് സൈഡുണ്ട്, പുറകിലൊരു സൈഡ്. ആ സൈഡ് ഞാൻ ചെയ്തിട്ടില്ല, അതെനിക്കിനി ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ അതിന് മുമ്പ് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഞാനൊരു ബ്രൗൺ കളർ, അതായത് ഇതൊരു മരത്തിൻ്റെ പീസായതുകൊണ്ട് ഞാനിവിടെ ഒരു ബ്രൗൺ കളറായിരിക്കും കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഞാൻ സാധാരണ ആക്രിലിക് കളറായിരിക്കും കൊടുക്കാൻ പോകുന്നത്. ആക്രിലിക്കിൻ്റെ പെയിൻ്റ് ആയിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇത് 2 ദിവസം നന്നായിട്ട് ഡ്രൈ ആവണം, അതായത് സൺലൈറ്റിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് തീ കൂട്ടി അതിനകത്തിട്ട് ഫയർ ചെയ്തിട്ട് നമുക്ക് അത് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ്. അതിനൊക്കെ കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നുമില്ല, കാരണം ഞാനത് പഠിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. എനിക്ക് ചുമ്മാ ഒരു ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ നമ്മുടെ ആ റോളിംഗ് പെൻസിൽ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ല, ആ റോളിംഗ് പെൻസിൽ വെച്ചിട്ട് ഇതൊക്കെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് ഞാൻ ഈ ലൈൻസൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമുക്ക് ഒരു കലയും ഒരു ചെറിയൊരു കഴിവും ഒരു കലാബോധമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും കറക്റ്റ് പഠിക്കണമെന്നൊന്നുമില്ല, അത്ര പെർഫെക്ഷനൊന്നും വരില്ല, എന്നാലും ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കഴിവുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ഒന്ന് റിയലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ പീക്കോക്കിൻ്റെ ഫൈനലായിട്ടുള്ള സ്റ്റാച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് കരുതുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.